നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിനായകനോട് വേദ പറഞ്ഞു, അതെ നന്ദിനിയടുത്തോട് പോയി മുറിയൊക്കെ കഴിയിടാൻ പറയാനായിട്ടൊക്കെ പറയുന്നുണ്ട്. വിനായകന് നന്ദിനിയോട് പറയാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ വിനായകൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനി പറഞ്ഞു, ഞാനാ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ ഇവളിതാണല്ലേ വിനായകനെ വിളിച്ചോണ്ട് പോയി മാറ്റിയെടുത്ത് സംസാരിച്ചേ. വിക്രത്തിന്റെ മുറി ഞാൻ പോയി കഴുകിയിടണം പോലും, അതിന് വേറെ ആളെ നോക്കണം, ഈ നന്ദിനിയെ കിട്ടില്ല എന്ന് പറയണ. അപ്പോഴേക്കും വേദ വിനായകനെ നോക്കി. ആ സമയം വിനായകൻ പറഞ്ഞു, നന്ദിനി നിന്നോടാ പറഞ്ഞു പോയി കഴുകിയിടാനായിട്ട്. ഇല്ലെങ്കിൽ വിനായകൻ എന്ത് ചെയ്യും? അതെ, എന്നെ കൊണ്ട് എന്തായാലും ചെയ്യാൻ പറ്റില്ല. ഓഹോ, അപ്പം നിനക്ക് ചെയ്യാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടല്ലേ? ചെയ്തില്ലെങ്കിലോ എന്ന് ചോദിച്ചുകൊണ്ട് നന്ദിനി ഇങ്ങനെ പോരുകൂഴിയപ്പോൾ നിൽക്കുകയാണ്. എൻ്റെ വിനയേട്ടാ, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. പിന്നെ അവൻ കിടക്കുന്ന മുറി ഞാൻ പോയി കഴുകിടണം പോലും. അങ്ങനെ കഴുകിയിട്ടിട്ടുണ്ടെങ്കിലേ ഈ നന്ദിനി പിന്നെ ഇല്ലാന്ന് പറഞ്ഞു. ഇതൊക്കെ എനിക്ക് വെറും രോമമാന്ന് പറഞ്ഞിട്ട് കയ്യിൽ ഒരു രോമം പറിച്ചങ്ങോട്ട് കാണിക്കുകയാണ് വിനായകനെ. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിനായകന് സഹിച്ചില്ല. വിനായകൻ ഒറ്റ എണ്ണം കൂടെ ചെകിടെടുത്ത് അടിച്ചു കൊടുക്കുകയാണ് നന്ദിനിയുടെ. നിന്നോടല്ലേടി പോയി കഴുകിയിടാൻ പറഞ്ഞേ, അപ്പൊ നീ ഇവിടെ ഒന്ന് പ്രസംഗിച്ചോണ്ട് നിൽക്കുവാണെന്ന് ചോദിച്ചു. വേദയ്ക്ക് ചിരി വന്നു. അപ്പുറത്ത് ആ സമയം വിശ്വവും വിക്രവും ആരെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് നന്ദിനിയുടെ ചെകിടടിച്ച് ഒറ്റ ഒരെണ്ണം വിനായകൻ കൊടുത്തേ. അപ്പോഴേക്കും നന്ദിനിയെ നോക്കി. പിന്നീട് പെട്ടെന്ന് എന്ത് ചെയ്തു, ചൂലൊക്കെ എടുത്തോണ്ട് നേരെ വിക്രം കിടക്കുന്ന മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് മുറിയൊക്കെ അങ്ങനെ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുക. ആ കാഴ്ച കണ്ടപ്പോൾ വേദയ്ക്ക് ശരിക്കും ചിരി പൊട്ടി. കാരണം കിട്ടാണ്ടത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അത്ര നല്ല സ്പീഡിലാണ് നന്ദിനി പോയിട്ട് മുറിയൊക്കെ ക്ലീനും ചെയ്യുന്നേ. അപ്പോഴേക്കും ഇടയ്ക്ക് വിക്രം ഇങ്ങനെ വേദയെ നോക്കുകയാണ്. വേദ കണ്ണടച്ച് കാണിച്ചു, ഒന്നും മിണ്ടണ്ടെന്ന് പറയണം. ഇങ്ങനെ എല്ലാം നല്ല അടിച്ച് ക്ലീനാക്കി തുടച്ച് പെറുക്കി എടുക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വിനായകന്റെ അടുത്തേക്ക് വന്നു നന്ദിനി. ഈ സമയത്ത് വിനായകനോട് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്നെ തല്ലിയില്ലേ, ദേ മുറിയെല്ലാം ഞാൻ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് പോയി കഥ അടയ്ക്കാൻ തുടങ്ങണം. അപ്പോഴേക്കും വിനായകൻ പിന്നാലെ നിന്നു. അയ്യോ നന്ദിനി, നീ കഥ കടക്കില്ല എന്ന് പറയണം. ഞാൻ അടയ്ക്കും, താനൊന്ന് പോടോന്ന് പറയണം. അയ്യോ നന്ദിനി, കഥ കടക്കില്ല എന്ന് പറഞ്ഞ് വീണ്ടും നിന്നു. ഒടുവിൽ കഥ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. ആ സമയം നന്ദിനി പറഞ്ഞു, നിങ്ങൾ എൻ്റെ കർണത്തടിച്ചു. നന്ദിനി, നിന്നോട് പറഞ്ഞിട്ട് നീ അനുസരിക്കാത്തോണ്ടല്ലേ? അനുസരിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് അതിൻ്റെതായ കാരണമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അനുസരിക്കായിരുന്നേ. അതിന് നിങ്ങൾ എന്നെ ദേഹോപദ്രവം ചെയ്യുമായിരുന്നു ചെയ്യണ്ടേ. അത് പിന്നെ നന്ദിനി അങ്ങനെ പറ്റിപ്പോയി. എൻ്റെ ദേഷ്യം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്ത് ദേഷ്യം? അല്ല, നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ കൊച്ചാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല. അപ്പം എല്ലാവരും കരുതില്ല ഞാൻ വെറും മൊണ്ണം ഭർത്താവാണ്, പെണ്ണിൻ്റെ പിന്നാലെ നടക്കുന്നവനാണെന്ന് കരുതില്ലേ? ഓഹോ, അപ്പം അതാണ് കാര്യമില്ലേ? ഇതേ ഒരു കാര്യം പറഞ്ഞേക്കാം, അതിന് നിങ്ങൾ എൻ്റെ കർണത്തടിക്കുകയാണ് ചെയ്യണ്ടേ. ഒരു കാര്യം ചെയ്യാം, നീ എൻ്റെ കർണത്തിപ്പോൾ അടിച്ചോ, എന്നാലും ആ പ്രശ്നം അങ്ങ് തീരുമല്ലോ. ഹോ, നിങ്ങളുടെ കർണത്തിൽ ഞാൻ അടിക്കണമല്ലേ? ഒരു കാര്യം ചെയ്യാം, അച്ഛനും അമ്മയും ഈ വീട്ടിലുള്ള എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ കർണത്തടിക്കാം. എല്ലാവരും നോക്കി നിൽക്കുമ്പോഴല്ലേ നിങ്ങൾ എൻ്റെ കർണത്തടിച്ചേ. അപ്പം അങ്ങനെ തന്നെ വേണ്ടേ പ്രതികാരം ചെയ്യാനായിട്ട്. നന്ദിനി, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അവർ വീണ്ടും എന്ത് കരുതും? എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. ഞാൻ പെണ്ണിൻ്റെ പിന്നാലെ നടക്കുന്നവനെ പെൺകോന്തരെന്നല്ലേ എല്ലാവരും കരുതത്തുള്ളൂ. ഓഹോ, അപ്പം നിങ്ങൾക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ? അല്ല, ഞാൻ ഈയിടെയായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേദയോട് ഇത്തിരി ആരാധന കൂടിയോ എന്നൊരു സംശയം. സത്യം പറ, വേദ നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് എന്താ പറഞ്ഞത്? എന്ത് പറയാൻ? ഒന്നും പറഞ്ഞില്ല. വിനയേട്ടാ, എൻ്റെ അടുത്ത് വെറുതെ ഒടിയൻ്റെ സ്വഭാവം കാണിക്കരുത്. മര്യാദയ്ക്ക് സത്യം പറഞ്ഞു, അതാ നിങ്ങൾക്ക് നല്ലത്. ഞാൻ പറഞ്ഞല്ലോ നന്ദിനി, ഒന്നും പറഞ്ഞില്ല എന്ന്. ആഹാ, അങ്ങനെയാണ്, ഞാൻ കാണിച്ചു തരാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഞാൻ പറഞ്ഞു, അത് പിന്നെ വേദ പറഞ്ഞ എന്താണെന്നല്ലേ നിനക്ക് അറിയണ്ടേ? പറയാം. അവൾ എന്നെ വിളിച്ച് വെറും മൊണ്ണം ഭർത്താവ, പെൺകോന്തൻ എന്നൊക്കെ വിളിച്ചേ. അവൾ അങ്ങനെ പറഞ്ഞോ? അതേന്നേ, അവൾ അങ്ങനെ പറഞ്ഞു. ഹാ, എൻ്റെ ഭർത്താവിനെ അവൾ അങ്ങനെ പറയില്ലേ? എങ്കിൽ അത് ഇപ്പം തന്നെ ചോദിച്ചിട്ട് തന്നെ കാര്യം. ഇപ്പം ചോദിച്ചിട്ടേ ഉള്ളൂ. ഇത് നന്ദിനി വേണ്ട, ഞാൻ ചോദിക്കുമെന്ന് പറഞ്ഞ് നന്ദിനി വാശി പിടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പം വിനായകൻ നന്ദിനിയുടെ കയ്യിലേക്ക് പിടിച്ചു. അയ്യോ നന്ദിനി, നീ പോയി ചോദിക്കരുത്, പ്രശ്നമാവും. ആഹാ, ഞാൻ ചോദിക്കും വിനായകട്ടാ. എന്നാ നീ ചെന്ന് ചോദിക്കടി. എന്നിട്ട് മറ്റുള്ളവരുടെ മുന്നിലും കൂടെ വീണ്ടും എന്നെ നാണം കെടുത്ത്. ഇപ്പം വേദയ്ക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ. ഇനിയിപ്പം ഞാനൊരു മൊണ്ണനാണ്, പെൺകോന്തനാന്നുള്ള കാര്യം മറ്റുള്ളവരെ കൊണ്ട് നീ പറയിപ്പിക്കണം. അതിനു വേണ്ടിയല്ല നീ പോയി ചോദിക്കുന്നേ. അത് കേട്ടപ്പം നന്ദിനി ഒന്ന് അടങ്ങി. ഈ സമയം വിനായകൻ പറഞ്ഞു, പ്ലീസ് നന്ദിനി എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും അവിടെ നിന്നിട്ട് ശ്രീജ വിളിച്ചു, ദേ വിനായക ഇങ്ങോട്ടേക്കൊന്ന് വരാൻ പറയണം, ഈ കട്ടിലൊന്ന് പിടിക്കാമെന്ന് ചോദിക്കുക. ദേ എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ ചെല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വെറും ഞാൻ മൊണ്ണയാണ്, പെൺകോന്തനാന്നൊക്കെ അവർ വിചാരിക്കില്ലേ. ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ഭാഗ്യം, രക്ഷപ്പെട്ടു അവളുടെ പിടിയിൽ നിന്ന്. തൽക്കാലത്തേക്കൊന്ന് രക്ഷപ്പെട്ടു. പക്ഷെ നന്ദിനിയുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉരുണ്ടുകൂടി. എന്തോ എവിടെയോ വിനായകന് ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി.
പിന്നീട് വിനായകൻ കട്ടിലെ പിടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിശ്വം ചോദിച്ചു, എന്തായിരുന്നടാ മുറിയില്? നന്ദിനിയെ ആശ്വസിപ്പിക്കാൻ പോയതാണോ? പിന്നെ ഞാനാ അവൾക്കിട്ട് രണ്ടരോടെ വെച്ച് കൊടുക്കാൻ പോയതാ. ഇനി മേല ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ നിന്റെ കാരണം പൊത്തി ഞാൻ തരൂന്ന് പറഞ്ഞു. സത്യമാണോടാ പറയണേ? അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീജ പറഞ്ഞു, പിന്നെ വിനായകനല്ലേ പറഞ്ഞേ. അപ്പോഴേക്കാണ് നന്ദിനി അവിടെ നിൽക്കുന്നുണ്ട്. ദേ നന്ദിനി എന്ന് പറയണം. അപ്പോഴേക്കും വിനായകന്റെ ഭാവമൊക്കെ അങ്ങോട്ട് മാറി. വിനായകൻ പറഞ്ഞു, ഞാൻ ശരിയല്ലേ നന്ദിനി പറഞ്ഞേ? ശരിയാ ഒരു കാര്യം ചെയ്യും, തൽക്കാലത്തേക്ക് വിനായകേട്ടൻ കട്ടിലെ പിടിക്കാൻ പറയണം. അങ്ങനെ കട്ടിലൊക്കെ കൊണ്ടുപോയിട്ടു. ഈ സമയത്ത് വിനായകന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് വിശ്വത്തിൻ്റെ അടുത്ത് നിന്ന് ശ്രീജ പറഞ്ഞു, അല്ലേ വിശ്വണ്ണ തോന്നുന്നുണ്ടോ? അങ്ങനെയൊക്കെ വിനായകൻ പറയുന്നു. ഒരിക്കലുമില്ല, ആശ്വസിപ്പിക്കാൻ വേണ്ടി പോയി പറഞ്ഞതാ. എന്തായാലും തല്ലിയത് ശരിയായെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ ഇടയ്ക്കിടയ്ക്ക് ഭാര്യമാർക്കൊട്ട് ഒരു തല്ലൊക്കെ കൊടുക്കണം എന്ന് വിശ്വം പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീജ പറഞ്ഞു, ആഹാ അങ്ങനെയാണല്ലേ, അപ്പൊ ഭാര്യമാർ തിരിച്ചൊന്ന് തല്ലിയാലോ? ഭാരത സ്ത്രീകൾ തന്നെ ഭാവശുദ്ധി, അത് ശരിയല്ല എന്നൊക്കെ പറയും. ശരിയാണോന്ന് ചോദിക്കുക. അത് കേട്ട വിശ്വം പറഞ്ഞു, അതൊക്കെ ചിലപ്പോൾ പറഞ്ഞിരിക്കും. എന്നാ പിന്നെ മിണ്ടണ്ടെന്നൊക്കെ പറയണം. ഇത്തിരി കഴിഞ്ഞപ്പോൾ ശ്രീജയുടെ അടുത്തേക്ക് നന്ദിനി വന്നു. നന്ദിനി വന്നിട്ട് ചോദിച്ചു, അല്ല ശ്രീജയുടെ അടുത്തേക്ക് തോന്നുന്നുണ്ടോ? അച്ഛനാണെങ്കിൽ മുമ്പ് ഇവിടെ ശരിയാക്കണ്ട, ഇത് ഒരു സ്മാരകമായിട്ട് ഇവിടെ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ ചായ്പ്. എന്നിട്ടോ അച്ഛൻ അത് ശരിയായിക്കോളാൻ പറഞ്ഞു. ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാരണമില്ലെന്ന്. എന്ത് കാരണം? എനിക്ക് തോന്നുന്നുണ്ട് എന്തോ ഒരു കാരണമുണ്ട്. അച്ഛൻ ഇതിനെ സമ്മതിക്കണമെങ്കിൽ അച്ഛനും വേദയ്ക്കും വിക്രത്തിനും ഒക്കെ അറിയാവുന്ന എന്തോ ഒരു രഹസ്യം ഉണ്ടെന്ന് പറയണം. രഹസ്യം? എന്ത് രഹസ്യം? എനിക്ക് തോന്നുന്നുണ്ടല്ലോ വിനായകനെ വിളിച്ചുകൊണ്ട് മാറ്റിയിരുത്തി വേദ എന്തോ കാര്യം പറഞ്ഞു. അതിനുശേഷമാണ് എന്നോട് മുറി കഴുകാൻ പോകാനായിട്ട് പറയണേ. വിനായകേട്ടൻ എന്തോ കാര്യത്തിന് പേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അച്ഛനും. അച്ഛൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് വയ്ക്കേ. അച്ഛനെ മുറി ശരിയാക്കണ്ട എന്ന് പറഞ്ഞിരുന്നിടത്ത് വീണ്ടും മുറി ശരിയാക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനകത്തൊക്കെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലെന്നൊരു കാര്യം, നമ്മളറിയത്തില്ലാത്ത എന്തോ ഒരു രഹസ്യം ഇവിടെ കിടഞ്ഞ് പുകഞ്ഞ് കത്തുന്നുണ്ട്. അല്ല അതുകൊണ്ട് വിശ്വണ്ണൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അതിന് വിശ്വണ്ണൻ അറിയാമെങ്കിലല്ലേ. ദേ നന്ദിനി, നീ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരണ്ട. എന്താണെങ്കിലും അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നില്ല. അതൊക്കെ വെറുതെ നിന്റെ തോന്നൽ മാത്രമാണ്. ഇത് നന്ദിനി അടുത്ത് എപ്പോഴും ഇങ്ങനെയൊക്കെ, ശ്രീജ അടുത്ത് എപ്പോഴും ഇങ്ങനെ തന്നെ പറയത്തുള്ളൂ. അതെ ഞാൻ പറഞ്ഞല്ലോ, ഉള്ള കാര്യം പറഞ്ഞാൽ നീ ഏഷന് കുത്താതെ വേറെന്തെങ്കിലും പണിയുണ്ട് എന്താണെന്ന് വെച്ചാൽ നോക്കാം. വെറുതെ ഇവിടെ ഇങ്ങനെ തിരിപ്പും കുശുമ്പായിട്ട് നിന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞിട്ട് ശ്രീജ അങ്ങോട്ട് പോയി. നന്ദിനിക്ക് അത് ഒട്ടും സഹിച്ചില്ല. പിന്നീട് വേദയും വിക്രവും കൂടെ ക്ഷേത്രത്തിലേക്ക് വരുവാണ്. അങ്ങനെ അവർ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും വേദ പറഞ്ഞു, നമുക്കിവിടെ കുറച്ച് സമയം ഇരുന്നിട്ട് പോയാലോ ഈ ആൽത്തറയിൽ? അതെന്താ? അല്ല ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ട് പോകണമെന്നാ. നമ്മുടെ മനസ്സിൻ്റെ ആത്മശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് കുറേ പ്രശ്നങ്ങളെ ആയിട്ടല്ലേ നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളവിടെ ഇരുന്ന് ഇച്ചിരി സമയം ഒന്ന് ഒരു മനഃശാന്തിക്ക് വേണ്ടിയിട്ട് നമ്മുടെ വിഷമങ്ങളും വേദനകളും ഒക്കെ ഇങ്ങനെ പറയുവാണെങ്കിൽ കുറച്ചൊക്കെ വിഷമങ്ങളും വേദനകളും ഒക്കെ കുറയുമെന്നാ പറയണേ. അങ്ങനെ 2-3 കാര്യങ്ങളെല്ലാം വേദ പറഞ്ഞു കഴിയുമ്പോഴത്തേനും വിക്രം പറഞ്ഞു, ശരി ആയിക്കോട്ടെ നമുക്കിരിക്കാന്ന് പറഞ്ഞിട്ട് അവർ ആൽത്തറയിൽ പോയി ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കണ സമയത്ത് വിക്രം പറഞ്ഞു, അതെ പണ്ട് കാലത്തെ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ ആയിരുന്നില്ല. അവർ ക്ഷേത്രത്തിൽ വന്ന് കുറേ സമയം കഴിഞ്ഞിട്ടാണ് തിരികെ പോകുന്നത്. അവർ ഇവിടെ വന്ന് സൂര്യ നമസ്കാരം വരെ ചെയ്യുന്നവരുണ്ട്. എല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്നത്. പക്ഷെ ഇപ്പോഴുള്ള ആൾക്കാരല്ലേ വന്ന ഉടനെ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത്. ഇതൊക്കെ വേദ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. പിന്നീട് വേദ പറഞ്ഞു, അല്ല എനിക്കൊരു കാര്യം അറിയണമെന്നുണ്ട്. എന്താ? നമ്മുടെ കുടുംബത്തിൽ വിക്രം മാല ഇട്ടതിന് ശേഷം ഒത്തിരി സന്തോഷ സമാധാനം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പഴയ കുടുംബത്തെ നമുക്ക് തിരിച്ചു പിടിച്ചു കൂടെയെന്ന് ചോദിക്കുക. വിക്രം ചോദിച്ചു, അല്ല വേദ നീ എന്താ ഉദ്ദേശിച്ചേ? അല്ല ആ അച്ഛൻ്റെ മകനായിട്ട് പഴയതുപോലെ തന്നെ വിക്രത്തിനാവാൻ പറ്റില്ലേ? നമ്മുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറണം. ഒരു പക്ഷേങ്കിൽ വിക്രം പഴയതുപോലെ അച്ഛൻ്റെ മകനായിട്ട് തിരികെ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും കുടുംബത്തിൽ സന്തോഷം വീണ്ടും കളിയാടും. അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, ചിലപ്പോൾ ശരിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാമെന്ന് പറയണേ. എന്താ? ഞാനൊരു കഥ പറയാം. പണ്ടേ കുഞ്ഞുനാളിൽ അച്ഛൻ്റെ കൈ പിടിച്ച് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛൻ എന്നെ എല്ലാ ഉത്സവപ്പറമ്പിലും പൂരപ്പറമ്പിലും ഒക്കെ കൊണ്ടുപോയിരുന്നു. അങ്ങനെ ഒരു വെക്കേഷൻ സമയത്ത് അച്ഛൻ പറഞ്ഞു, നമുക്ക് തൃശ്ശൂർക്ക് പോയാലോ, തൃശ്ശൂർ പൂരം കൂടിയാലോ എന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇതുവരെയായിട്ടും തൃശ്ശൂർക്ക് പോയിട്ടില്ല. ആദ്യമായിട്ടാണ് തൃശ്ശൂർക്ക് പോകുന്നത്. അങ്ങനെ ഞാനും അച്ഛനും കൂടെ ട്രെയിനൊക്കെ കയറി തൃശ്ശൂർ ചെന്നു. പക്ഷേങ്കിൽ അവിടുത്തെ പൂരം എന്ന് പറഞ്ഞാൽ ഭയങ്കര പൂരമാണല്ലോ. കാരണം അത്രമാത്രം ജനങ്ങൾ വരുന്ന പൂരം. പണ്ട് കാലത്തും അതുപോലെ തന്നെയായിരുന്നു. ജനങ്ങളിങ്ങനെ ഇടിച്ചു കയറുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ ആ പൂരപ്പറമ്പ് വെച്ച് അച്ഛൻ്റെ കൈയുടെ പിടിവിട്ട് എപ്പോഴോ ഞാൻ മാറിപ്പോയി. ഞാൻ വല്ലാതെ ഭയന്ന് നിലവിളിച്ചു. ആൾക്കാരൊക്കെ ചവിട്ടി കൂട്ടുന്ന സമയത്ത് ഒരാൾ എന്നെ പൊതിഞ്ഞു പിടിച്ചു. അപ്പോഴേക്കും വേദ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുമായിരുന്നു. അവിടെ ഉള്ള ഏതോ ഒരു മുച്ചീട്ട് കളിക്കാരനായിരുന്നു. അയാൾ എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഞാൻ എന്താണെങ്കിലും നിങ്ങളെ നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് എത്തിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പേടിച്ചു പോയി. അയാൾ എന്നെ തട്ടിക്കൊണ്ട് പോവാണെന്ന് പോലും ഞാൻ ഭയന്നു പോയി. പക്ഷെ അയാൾ വാക്ക് പാലിച്ചു. അയാൾ പിറ്റേന്ന്
എന്നെ അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിച്ചെന്ന് പറയണം. ഈ സമയത്ത് വേദ പറഞ്ഞു, അച്ഛൻ എത്രമാത്രം സന്തോഷമായി കാണൂല്ലേ സ്വന്തം മകനെ കൈകളിലേക്ക് കിട്ടിയപ്പം. അതെ, സന്തോഷമായിരുന്നു പറയണം. അല്ല, ഇതിപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വേദ ചോദിച്ചു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, നിനക്കറിയാവോ, ഇതുപോലെ തന്നെയായിരുന്നു പിന്നീടുള്ള എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ആരുമില്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ആരോരും ഇല്ലാതെ തനിച്ച് നിൽക്കുന്ന സമയത്താണ് ശ്രീനിവാസ് സാറ് എന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കണേ. ആ പിടി ഇതുവരെയായിട്ടും വിട്ടിട്ടില്ല. ആ കാരണം എന്നെ ഇത്രയും കാലം ചേർത്ത് പിടിച്ച് എന്നെ കൊണ്ടു നടന്നു. ആ ശ്രീനിവാസ് സാറിനെ വിട്ടുപോകാനായിട്ട് എനിക്കൊട്ടും സമ്മതമല്ല. കാരണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്ന് ശ്രീനിവാസ് സാറിനോടൊപ്പം തന്നെയായിരിക്കും. അതിൻ്റെ മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയണം. വേദ പറഞ്ഞു, ഓഹോ, അപ്പം അതാണ് കാര്യമില്ലേ, ഇപ്പോഴല്ലേ കാര്യങ്ങളും നിജസ്ഥിതിയൊക്കെ മനസ്സിലാകുന്നേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ കഥയും ഇതും തമ്മിൽ ഉപമിക്കാനായിട്ട് ഒരിക്കലും പറ്റില്ല എന്ന് പറയണം. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ആ മുച്ചീട്ട് കളിക്കാരന് പിറ്റേന്ന് അച്ഛനെ കണ്ടെത്തി അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. കാരണം കൂട്ടത്തിൽ വഴി തെറ്റി പോയ ആളായിരുന്നു വിക്രം. അങ്ങനെ അച്ഛനെ ഏൽപ്പിക്കുകയോ ചെയ്തേ. പക്ഷേ ഇവിടെയോ നിങ്ങളുടെ ശ്രീനിവാസൻ എന്താ ചെയ്തത്? അച്ഛനെ ഏൽപ്പിക്കുകയാണോ ചെയ്തേ? അല്ലെങ്കിൽ വിക്രത്തിന് അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിലേക്ക് പറഞ്ഞു കൊണ്ടല്ലേ ചെയ്യണ്ടേ? അല്ലാതെ ചേർത്ത് പിടിക്കുമായിരുന്നോ ചെയ്യണ്ടേ? അയാളുടെ എല്ലാ ഗുണ്ടായസത്തിനും ഒപ്പം നിർത്തി അങ്ങനെയല്ലേ അയാൾ മുന്നോട്ട് കൊണ്ടുപോയത്. അതൊരിക്കലും ശരിയാന്നുള്ള കാര്യം ഞാൻ പറയത്തില്ല. ഇനിയിപ്പോൾ വിക്രത്തിനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. വിക്രത്തിൻ്റെ മനസ്സിൽ നിങ്ങളുടെ ശ്രീനിവാസ് സാറ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, അയാളുടെ ഗുണ്ടായസത്തിനും കാര്യത്തിനും ഒക്കെ വിക്രം കൂട്ടി നിന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും തെറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ആ തെറ്റിൽ നിന്ന് ഒരിക്കലും ഒരു മോചനം ഉണ്ടാകത്തില്ല. ഒരു മോചനം ഉണ്ടാവണ്ടേ? നമ്മൾ ഇനി ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ഒരിടത്തും ആകത്തില്ല. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഈ പറയുന്ന ശ്രീനിവാസനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല കൂടെ കൂട്ടിയത്. അത് വിക്രത്തിന് അധികം വൈകാതെ മനസ്സിലാവും എന്നൊക്കെ പറയണം. ഒടുവിൽ വേദയും വിക്രവും കൂടെ വീട്ടിലേക്ക് തിരികെ പോരുന്ന സമയത്താണ് വഴിക്ക് ഗുണ്ടാഭിലാഷിൻ്റെ കാർ അവരെ തടയുന്നത്. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയില്ലാതെ വേദയും വിക്രം ഇങ്ങനെ നോക്കുക. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.